കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഒരു സാബത്തിൽ യേശു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചു വിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളിലും ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഒരു വലിയ പുത്ര ബന്ധത്തിലേക്ക് നമുക്ക് ഒരു ക്ഷണം ലഭിക്കുകയാണ്. അതായത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോൾ നമ്മൾ ദൈവപുത്ര സ്ഥാനത്തേക്കാണ് നമ്മൾ വളരുക. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയണമെന്നുള്ളത്. അല്ലയോ ക്രിസ്ത്യാനി, നിൻ്റെ ശ്രേഷ്ഠത നീ എന്താണെന്ന് തിരിച്ചറിയാം. നീ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല, മറിച്ച് ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണെന്നുള്ളത് സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, അതായത് ജഡിക പ്രവണതകളിൽ നമ്മൾ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ജീവിക്കണം. ഈ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളൊക്കെ നമ്മൾ നേരിടാറുണ്ട്, ഒത്തിരിയേറെ ദുശ്ശീലങ്ങളുണ്ട്. ഒത്തിരിയേറെ ആളുകൾ പറയുന്ന കാര്യമാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ഈ ജഡികമായ ആഗ്രഹങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല. ശരീരഘടനയുടെ ഭാഗമായതുകൊണ്ട് അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ആഗ്രഹങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ എഫർട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരു കൃപ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വചനം വായിക്കുകയും അതുപോലെ തന്നെ വചനത്തിൽ ആഴപ്പെട്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ജഡികമായ ആഗ്രഹങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു കസിൻസ് സഹോദരനായിട്ടുള്ള വ്യക്തി ഇപ്പോൾ കുവൈറ്റിലൊക്കെയാണ്. അദ്ദേഹം ഇങ്ങനെ വചനം കേൾക്കാൻ തുടങ്ങി. ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു, വചന സന്ദേശം കേട്ടു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ വചനം വായിക്കാൻ വേണ്ടിയുള്ള വലിയ കൃപയും അഭിഷേകമൊക്കെ ലഭിച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് 2 പ്രാവശ്യം ബൈബിൾ എഴുതി ഓരോ വചന സന്ദേശവും അച്ഛന്മാർ പറയുന്നതും വചനം വായിക്കുകയും അങ്ങനെ ചെയ്ത് എപ്പോഴും ഒരു വലിയ ആത്മീയ നിറവിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം അഭിഷേക നിറവ് വാർഷിക ബൈബിൾ കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം പറയുകയായിരുന്നു, അച്ഛാ, എനിക്കൊരു വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇത് വചനം വായിക്കുന്നതും വചനം കേൾക്കുന്നതും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോഴും എൻ്റെ ഉള്ളിലൊരു വലിയ ആനന്ദമാണ്. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത രീതിയിലുള്ളൊരാനന്ദം. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള ഒരു വലിയ ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ വളരണമെന്നുള്ളത് ഇന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് എപ്പോഴും നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ഒരിക്കലും തിന്മ ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. നന്മ ചെയ്യാനും നന്മയായിട്ടുള്ളത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള ഒരു വലിയ പ്രചോദനമാണ് ആത്മാവ് നമുക്ക് തരിക. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ
18 വർഷമായി കൂന് ബാധിച്ച ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈശോയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ ബന്ധിതർക്ക് മോചനവും രോഗികൾക്ക് ആശ്വാസമൊക്കെ ആയിട്ടാണ്. അന്ധർക്ക് കാഴ്ചയുണ്ട്, കേൾവിയില്ലാത്തവർക്ക് കേൾവി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈശോയുടെ ആ ഒരു അജണ്ടയിലുള്ളൊരു കാര്യമാണ്. അതായത് ഈശോ ഒരു സമഗ്ര വിമോചകനായിട്ടാണ് വചനം ചിത്രീകരിക്കുക. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈ ഒരു സമഗ്ര വിമോചനം ഈശോ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്, അതായത് ആരും മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ പാടില്ല, കൂനുള്ളവരായിട്ട് നിൽക്കാൻ പാടില്ല, മറിച്ച് അവർ നിവർന്നു നിൽക്കണം. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. ആ ഒരു വലിയ കാര്യം അവരെ പഠിപ്പിച്ച് രോഗശാന്തി നൽകുന്ന ഈശോയെ കാണാൻ പറ്റും. അവൾക്ക് ഈ 18 വർഷമായി കൂനുബാധിച്ച് അവളുടെ ജീവിതത്തിൽ ശാരീരികമായ രോഗസൗഖ്യം മാത്രമല്ല, ഒരു വലിയ സിസ്റ്റത്തെ മുഴുവനും പൊളിച്ചെടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. സാബത്ത് ദിവസം അതിനുശേഷം സംഭവിച്ച കാര്യമാണ്. സാബത്തിലെ സിനഗോഗ് അധികാരി വന്ന് ഈശോയോട് കോപിക്കുന്നുണ്ട്. അതായത് സാബത്ത് ദിവസം നിങ്ങൾക്കൊരു രോഗശാന്തി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള 6 ദിവസങ്ങളുണ്ടെങ്കിൽ വന്ന് മേടിച്ചിട്ട് പോകണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം അത് പൊളിച്ചെടുക്കുന്ന ഈശോയെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ ഈശോ ചെറിയൊരു സൗഖ്യം തരുന്ന, ശാരീരികമായ സൗഖ്യം തരുന്നവനായിട്ട് മാത്രമല്ല, മറിച്ച് ഒരു സമഗ്ര വിമോചകനായിട്ടാണ് കടന്നു വരിക. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോയ മേഖലകളിൽ നമ്മളെ ബലപ്പെടുത്തുന്നവനായിട്ട്, നമ്മുടെ കൂനിപ്പോയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിവർന്നു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ ചൈതന്യമായിട്ട് ക്രിസ്തു നമ്മുടെ കൂടെ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ കുർബാന നമുക്ക് തരുന്നത് സ്വയം ശൂന്യവൽക്കരിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയോടെ നിൽക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതായത് വിശുദ്ധ കുർബാന നിത്യതയുടെ ഔഷധമാണ് വിശുദ്ധ കുർബാന. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൂനി നിൽക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവേ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ മുമ്പിലായിരിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ, നീ നൽകുന്ന ആ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ദൈവം തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ സമഗ്ര വിമോചകനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കേട്ടതുപോലെ, ഒന്നാമത്തെ വായനയിൽ കേട്ടതുപോലെ, ആത്മാവിൻ്റെ പ്രേരണകൾ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ, വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.